എല്ലാവർക്കും ഹെൽത്ത് ആൻഡ് വോയേജിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത ഒരു വീഡിയോയുടെ കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് ഇന്ന് വന്നേക്കുന്നത്. നമ്മൾ മൈക്രോ ഫാമിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ടെക്നിക്ക് നമുക്ക് വീടുകളിൽ, എസ്പെഷ്യലി നമ്മളിപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ ആയിട്ട് വീട്ടിൽ വെറുതെ ഇരിക്കുകയാണല്ലോ, ആ സമയത്ത് നമുക്കൊരു ടൈം പാസ് ആവും, എന്നാൽ നമുക്ക് നല്ല ഗുണമുള്ള ഇലക്കറികൾ കഴിക്കുകയും ചെയ്യാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മൈക്രോ ഫാമിംഗ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വളരെ സിമ്പിളായിട്ട് പറയുകയുണ്ടായി. അപ്പോൾ അന്ന് ഞാൻ വിത്തുകൾ എങ്ങനെയാണ് മുളപ്പിക്കാൻ വേണ്ടി ഇടുന്നത് എന്നുള്ളത് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ഇപ്പോൾ നമുക്കതിൻ്റെ ഫൈനൽ റിസൾട്ട് ആയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ആ വീഡിയോ ഇട്ടതിന് ശേഷം ഒരു 6 ദിവസം ആയിട്ടുണ്ട്. 6 ദിവസം സമയം കൊണ്ടാണ് നമ്മുടെ വിത്തുകളൊക്കെ മുള വലുതായി ഇലയായിട്ടുള്ള ഫോം ആയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിലാണ് നമുക്ക് ഈ പറയുന്ന ഇലക്കറികളായിട്ട് ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത വിത്ത് പാകിയ ഒരു 3-4 പ്ലേറ്റുകളാണ് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇത് നമ്മൾ പറഞ്ഞു ആദ്യത്തെ ടെക്നിക്ക്, അതായത് ഒരു അരിപ്പപാത്രം എടുത്തിട്ട് ആ അരിപ്പപാത്രത്തിലേക്ക് നമ്മൾ മുളപ്പിച്ച പയർ ഇട്ട് വെച്ചിട്ട് താഴെ അരിപ്പപാത്രത്തിൻ്റെ താഴെയായിട്ട് ഒരു ബേസിനോ എന്തെങ്കിലും ഒരു പാത്രം, ഇത് ഇറങ്ങാൻ പറ്റുന്ന ഒരു പാത്രം വെച്ചിട്ട് അതിൽ വെള്ളം വെച്ചിട്ട് ഇറക്കി വെക്കുന്ന മെത്തേഡാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. അപ്പോൾ ആ മെത്തേഡ് വഴി നമുക്കിപ്പോൾ മുളച്ച് വന്നിട്ടുള്ള ഇലകളാണ് ഈ കാണുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഈ പാത്രത്തിന് താഴെ നിറയെ വേരുകളാണ്. കണ്ടില്ലേ, നമ്മുടെ മുള വന്ന പയർ വേര് വരുമ്പോൾ ഈ വേരുകൾ ഈ ഹോളിൽ കൂടെ താഴേക്ക് ഇറങ്ങി വന്നിട്ട് നമ്മൾ താഴത്തെ പാത്രത്തിൽ വയ്ക്കുന്ന വെള്ളത്തിൽ ടച്ച് ചെയ്തിരിക്കും. അപ്പോൾ ഇത് വലുതായിക്കോളും. നമ്മൾ പിന്നെ അഡീഷണലി ഈ പാത്രത്തിൽ വെള്ളം നനച്ച് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഈ പറഞ്ഞ 5 ദിവസം വേറെ കാര്യമായ ഒരു കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടില്ല. ആകെ ചെയ്തത് കുറച്ച് വെള്ളം സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് കുത്തി ഒഴിക്കരുത്, കാരണം ഇതിന് നമ്മൾ മണ്ണൊന്നും ഇട്ടിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഭയങ്കര തിന്നായിരിക്കും, സ്ലെൻഡർ ആയിരിക്കും സാധനങ്ങൾ. അതുകൊണ്ട് നമ്മൾ ഒത്തിരി കുത്തി ഒഴിക്കരുത്, ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കുറച്ച് വെള്ളം നനച്ച് കൊടുത്തിട്ടുണ്ടെന്നുള്ളതല്ലാണ്ട് വേറെ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ നമ്മൾ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ നല്ല ചൂടാണല്ലോ, അപ്പോൾ ഈ ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ അടിയിൽ വെക്കാണ്ട് ഒന്ന് ശ്രദ്ധിച്ചോളാം. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ വാടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്, നല്ല ചൂട് കൂടിയ സമയമായതുകൊണ്ട്. എന്നാൽ നമ്മൾ ചൂടില്ലാത്ത സ്ഥലത്തൊക്കെ വെച്ചാൽ, അതായത് വെയിൽ കൊള്ളാത്ത സ്ഥലത്ത് വെച്ചെങ്കിൽ ചിലപ്പോൾ ഈ ഇലയ്ക്ക് ഇതേപോലെ പച്ച കളർ കിട്ടണമെന്നില്ല, മഞ്ഞ കളറിലൊക്കെ ഇരിക്കും. നമ്മൾ ഉള്ളിലാണ് വെക്കുന്നെങ്കിൽ, തീരെ വെയിൽ കൊണ്ടില്ലെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ രണ്ടിനെയും കൂടെ ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് വേണം നിങ്ങൾ വെക്കാനായിട്ട്. ഒരുപാട് വെയിൽ തട്ടാനും പാടില്ല, എന്നാൽ തീരെ വെയിൽ കൊള്ളാണ്ടിരിക്കാനും പാടില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ അരിപ്പ പാത്രത്തിൽ പയർ മുളപ്പിച്ചിട്ട് അതിൽ നിന്ന് വന്നിട്ടുള്ള ഇലകൾ. ഇനി ഇത് കടുകാണ്. നമ്മൾ രണ്ടാമത്തെ മെത്തേഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തെങ്കിലും ഒരു ട്രേ, ഒരു സദാ ട്രേയോ അല്ലെങ്കിൽ ഒരു പാത്രമോ അല്ലെങ്കിൽ നമ്മൾ ഫുഡ് വാങ്ങിക്കുന്ന കണ്ടെയ്നേഴ്സോ എന്തെങ്കിലും എടുത്തിട്ട്, ഈ കടുക് പോലത്തതൊക്കെ വളരെ തിന്നായിട്ടുള്ള തൈയാണല്ലോ മുളച്ചിട്ട് വരുമ്പോൾ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറഞ്ഞ അരിപ്പപാത്രത്തിൻ്റെ പോലും ആവശ്യമില്ല, കാരണം വേരിറങ്ങാൻ മാത്രമൊന്നും വേരൊന്നും ഇതിനില്ല. അതുകൊണ്ട് ഇതിനകത്ത് നമ്മൾ ചെയ്തേക്കുന്നത് ജസ്റ്റ് ഇങ്ങനെ ഒരു പാത്രം എടുത്തു. ഇതിപ്പോൾ ഒരു ട്രേ ആണ്, ഒരു ഡിസ്പോസിബിൾ ട്രേ, ഒരു ഇൻസ്ട്രുമെൻറ്റിൽ യൂസ് ചെയ്യുന്ന സാധനമാണ്. അതിൻ്റെ ഉള്ളിൽ നമ്മളൊരു കോട്ടൻ്റെ തുണി എന്ന് പറയാൻ കാരണം കുറച്ച് വെള്ളം തങ്ങി നിൽക്കുമല്ലോ, നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ആ വെള്ളം കുറച്ചൊന്നും തങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടാണ് കോട്ടൻ്റെ തുണി എടുത്തേക്കുന്നത്. ഒരു കോട്ടൺ തുണി, ഒരു പഴയ സാരിയുടെ പീസാണ് ഞാനിപ്പോൾ 2 ലെയറായിട്ട് കട്ട് ചെയ്ത് വെച്ചിരുന്നത്. നിങ്ങൾക്ക് ടിഷ്യൂ പേപ്പറോ എന്ത് തരത്തിലുള്ള കോട്ടൺ തുണി വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഈ കോട്ടൺ തുണി വെച്ചിട്ട് ആ തുണീൻ്റെ മേലെ നമ്മൾ ഈ പറഞ്ഞ കടുക് വെതറി കൊടുത്തത്. ഇത് നമ്മൾ എന്ത് ചെയ്തു, എല്ലാ ദിവസവും ജസ്റ്റ് ഒന്ന് വെള്ളം നനച്ച് കൊടുത്തിട്ടുണ്ട്, സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 5 ദിവസം കഴിഞ്ഞപ്പോൾ വന്ന ഇലയാണ് നിങ്ങൾ കാണുന്നത്. ഓക്കെ, ഇനി ഇതും ഈ സെയിം മെത്തേഡിലാണ് നമ്മൾ പയർ മുളപ്പിച്ചതാണ്. ഇതിപ്പോൾ നമ്മൾ ആദ്യം കാണിച്ചത് ഈ അരിപ്പപാത്രത്തിൽ മുളപ്പിച്ചെടുക്കുന്നതാണെങ്കിൽ, നമ്മളിപ്പോൾ ഈ കടുക് മുളപ്പിച്ചില്ലേ, കടുക് മുളപ്പിച്ച പോലത്തെ പാത്രത്തിൽ തന്നെ പയർ മുളപ്പിച്ചതാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതിനകത്താണെങ്കിൽ ഈ വേരിറങ്ങാൻ വേണ്ടി താഴേക്ക് ഇതുപോലെ സ്ഥലമുണ്ട്, പക്ഷേ ഈ പാത്രത്തിൽ വേരിറങ്ങാനൊന്നും സ്ഥലമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, ഇങ്ങനത്തെ പാത്രത്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഹോൾ ഇട്ടിട്ട് അതിൻ്റെ താഴെ വേറൊരു പാത്രത്തിൽ വെള്ളം വെച്ച് കൊടുക്കാണ്. പക്ഷെ അതൊന്നും ഇവിടെയും ചെയ്തിട്ടില്ല. ജസ്റ്റ് ഈ കടുക് വെച്ചില്ലേ, അതായത് ഒരു കോട്ടൺ തുണി വെച്ചിട്ട് അതിൻ്റെ മേലെ വെതറിയത്, അതുപോലെയാണ് ഈ പാത്രത്തിലും പയർ മുളപ്പിച്ചേക്കുന്നത്. ഒരു കോട്ടൺ തുണി വെച്ചിട്ട് അതിൻ്റെ മേലെ നമ്മൾ ഈ മുളപ്പിച്ച പയർ ഇട്ട് കൊടുക്കുക ചെയ്തത്. എന്നിട്ട് ജസ്റ്റ് എല്ലാ ദിവസവും ഒന്ന് വെള്ളം നനച്ച് കൊടുത്തിട്ടുണ്ട്. അത്ര മാത്രമേ ചെയ്തിട്ടുള്ളൂ. അങ്ങനെ ചെയ്യുമ്പോഴേക്കും നല്ല അടിപൊളിയായിട്ടത് പയർ 2 ഇല പരുവത്തിൽ മുളച്ച് നിൽക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഏത് മെത്തേഡ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ ഇപ്പോൾ മനസ്സിലായില്ലേ. ഇനി മണ്ണും അതേപോലെ തന്നെ ചകിരിച്ചോറും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉള്ളവർക്കാണ് കുറച്ചും കൂടി ഇലാബറേറ്റ് ആയിട്ട് ഈ പറഞ്ഞ സെയിം മെത്തേഡ് മണ്ണ് ഉപയോഗിച്ചും ചെയ്യുക കേട്ടോ. നമ്മുടെ ഒരു ട്രേ എടുക്കുക, കുറച്ച് മണ്ണിടുക, വിത്തിടുക,
അതിൻ്റെ മേലെ വീണ്ടും കുറച്ചും കൂടെ മണ്ണിടുക. ഇത്രയേ ഉള്ളൂ. എല്ലാ ദിവസവും നനച്ചു കൊടുത്തേക്കാം. ഓക്കെ, ഒരു 5 മുതൽ 6 ദിവസം. ഞാൻ ഈ പറഞ്ഞ പയറൊക്കെയാണ് കുറച്ച് കൂടുതൽ സമയം എടുക്കുന്നത്. എൻ്റെ കയ്യിൽ അന്ന് ഉലുവയും അതുപോലെ തന്നെ എൻ്റെ കയ്യിൽ മല്ലിയൊന്നും ഉണ്ടായിരുന്നില്ല കാണിക്കാൻ വേണ്ടിയിട്ട്. അതായത് പച്ചയായിട്ടുള്ള സാധനം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് അത് കാണിക്കാത്തത്. അതൊക്കെയാണ് ഇതിനേക്കാളും വേഗം ഇലയാവും. പയർ കുറച്ച് സമയം എടുക്കുന്ന സാധനമാണ്. എന്നിട്ട് കൂടി നമുക്ക് 6 ദിവസമായപ്പോൾ ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു പരുവത്തിൽ കിട്ടുന്ന സാധനം നല്ല എളുപ്പത്തിൽ തന്നെ ഇതിൻ്റെ ഒരു ഭാഗവും തന്നെ കളയാനില്ല നമുക്ക് പറയാം. വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ താഴെയുള്ള ഇത്രയും വേരില്ല, ആ വേര് മാത്രം ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ബാക്കി ഫുൾ പോർഷൻ നമുക്കൊരു തോരന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ സാലഡ്സൊക്കെ, റോ സാലഡ്സൊക്കെ കഴിക്കുന്നവർക്കാണെങ്കിൽ ഇത്രയും പോർഷനും റോ സാലഡ്സിൽ യൂസ് ചെയ്യാം. ഇതെടുക്കാൻ ഭയങ്കര സിമ്പിളാണ്. അല്ല, വേരെന്തായാലും താഴെയാണല്ലോ ഹോളിൻ്റെ. ജസ്റ്റ് ഇത് മേലെ ഇങ്ങനെ കൂട്ടി പിടിച്ചിട്ട് ഇങ്ങനെ എടുക്കാനുള്ളതേ ഉള്ളൂ കേട്ടോ. കേട്ടോ, അപ്പോൾ ഇതാണ് നമ്മുടെ മൈക്രോ ഫാമിങ്ങിൻ്റെ എൻഡ് റിസൾട്ട്. അപ്പോൾ ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടുമെന്ന് എല്ലാവർക്കും മനസ്സിലായതോ? നമ്മളിത് വെറുതെ പറഞ്ഞ കാര്യമൊന്നുമല്ല. എല്ലാവരും ഇത് പരീക്ഷിച്ച് നോക്കുക, ഉറപ്പായിട്ടും സക്സസ് ആവും. നമുക്ക് ചെയ്യാനൊരു രസമാണ്. ഒരുപാട് ആയാസമുള്ള പണിയൊന്നുമില്ല, ഒരു സാധനങ്ങളും ഇല്ല, വീട്ടിലൊട്ടും സ്ഥലമില്ല എന്നൊക്കെ പരാതി പറയുന്നവർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. നമുക്ക് നല്ല പോഷകാംശമുള്ള ഭക്ഷണം കഴിക്കുകയും ചെയ്യാം. നമുക്കന്നത് ചെയ്യുന്നതിൻ്റെ ഒരു സന്തോഷം കിട്ടുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ വീടുകളിൽ മൈക്രോ ഫാമിംഗ് പരീക്ഷിച്ച് നോക്കുക. റിസൾട്ട്സ് നമ്മളോട് പറയുക. കമൻറ്റ് ബോക്സിൽ നിങ്ങൾ പോസ്റ്റ് ചെയ്യണം കേട്ടോ. പിക്ചർ എത്ര പേര് ഇത് കണ്ടിട്ട് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് നോക്കാമല്ലോ. ഓക്കെ, അപ്പോൾ വീണ്ടും ഇതുപോലെ രസകരമായ വീഡിയോസോടെ നമുക്ക് കാണാം. ടിൽ ദെൻ, ഇറ്റ്സ് ബൈ.